ചർമ്മത്തിൽ നിന്ന് എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റുന്ന ഒരു അടിപൊളി പാക്കാണ്. നിങ്ങൾ ലൈവ് ചേഞ്ചസ് കണ്ടോ? ഇതേപോലെ ഒരു മാറ്റം നൽകും നിങ്ങൾക്കും. എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കുന്നത് നോക്കിയാലോ. നിങ്ങളുടെ വീട്ടിൽ ഓറഞ്ച് ഇരിപ്പുണ്ടോ? ഓറഞ്ച് ഒക്കെ കഴിച്ചിട്ട് അതിന്റെ തൊലി എടുത്തിട്ട് ഡസ്റ്റ്ബിന്നിൽ കളയല്ലേ മക്കളെ. ഓറഞ്ച് തൊലി കൊണ്ട് നമ്മുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കും. സ്കിന്നിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനും സാധിക്കും. നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോട്ടാടോണിന്റെ നല്ല രീതിയിൽ കൂട്ടിയെടുക്കാൻ ഓറഞ്ച് തൊലിയിൽ നിന്ന് സാധിക്കും. ഇനി നിങ്ങൾ ഓറഞ്ച് തൊലി എടുത്ത് ഡസ്റ്റ്ബിന്നിൽ കളയാതെ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്തു നോക്ക്. എത്ര തന്നെ നിറമില്ലാത്തവർക്കും നിറം കൂട്ടിയെടുക്കാൻ ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സാധിക്കും. എന്താണെന്നുള്ളത് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പൊ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ബ്യൂട്ടീഷ്യൻ ആൻഡ് ഫാഷൻ ഡിസൈനിങ് ആണ്. ചർമ്മം വെട്ടിത്തിളങ്ങാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്. ഓറഞ്ച് തൊലി കൊണ്ട് നമ്മുടെ ചർമ്മത്തിനുണ്ടാവുന്ന ചേഞ്ചസ് ഉണ്ട്, നമ്മളെപ്പോലും ഞെട്ടിക്കും. ഇപ്പോൾ ഓറഞ്ച് തൊലിയൊക്കെ കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കഴിച്ചതിന് ശേഷം ഡസ്റ്റ്ബിന്നെ എടുത്തു കളയും. ഒന്നെങ്കിൽ നിങ്ങൾ ഓറഞ്ച് തൊലിയൊക്കെ ഉണക്കി പൊടിച്ചിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പല പാക്കുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഓറഞ്ച് തൊലി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് ഓറഞ്ച് തൊലി എന്ന് പറയുന്നത്. ചില സ്കിൻ ടൈപ്പുകാർക്ക് ചില രീതിയിലും അലർജി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചില സ്കിൻ ടൈപ്പുകാർക്ക് മാത്രം, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒന്നുമില്ല. ചില സ്കിൻ ടൈപ്പുകാർക്ക്, അതായത് അവരുടെ സ്കിന്നിനകത്ത് വിറ്റാമിൻ ഇയുടെ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ ചിലപ്പം സ്കിന്നിനകത്ത് ഓറഞ്ച് തൊലി ഉപയോഗിക്കുന്നത് കൊണ്ട് അലർജി വരും. എല്ലാവർക്കും ഒന്നുമില്ല, ചിലർക്ക് മാത്രം. വിറ്റാമിന്റെ കുറവൊക്കെ നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന സമയത്താണ് പിഗ്മെന്റേഷനും ടാനും ഒക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവുകയും സ്കിന്നിനകത്ത് റിങ്കിൾസ് ഒക്കെ വന്ന് സ്കിന്നിന്റെ കോശങ്ങളൊക്കെ നശിച്ചു പോകുന്നത്. അപ്പം വിറ്റാമിന്റെ കൂടാൻ വേണ്ടി നമുക്ക് സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് ഓറഞ്ച് തൊലിയിൽ നിന്ന്. ഓറഞ്ച് തൊലി ചേർത്തിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് പറയാം. ഓറഞ്ച് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള ഒരു സംശയം ഉണ്ടായിരിക്കും. ഈ പറയുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് സമയം കളയേണ്ട. ഓറഞ്ച് തൊലി കൊണ്ടുള്ള കിടിലൻ സംഭവം എന്താണെന്നുള്ളത്, അത് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് കാണാം. എന്തായാലും അതിലേക്ക് പോകാം. നിങ്ങളുടെ വീട്ടിൽ ഓറഞ്ച് മേടിച്ചതിന് ശേഷം തൊലി എടുത്ത് ഇനി നിങ്ങൾ കളയല്ലേ. കുറച്ച് ഓറഞ്ച് തൊലി എല്ലാവരും നിങ്ങൾ മാറ്റി വെച്ച് ഉണക്കി പൊടിച്ച് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ പാക്കുകൾ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ സ്കിൻ നല്ല പോലെ നിറം വെക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഓറഞ്ചിനകത്ത് നമ്മുടെ സ്കിന്നിനെ നിറം വെക്കാൻ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ ഓറഞ്ച് പൊടി ചേർത്തിട്ടുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് സ്കിൻ നല്ല പോലെ നിറം വെക്കാനൊക്കെ സഹായിക്കുന്നതാണ്. ഇതൊരു ഫേക്കായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ പാക്ക് ഒന്ന് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക്. നിങ്ങളുടെ സ്കിൻ നല്ല പോലെ വെട്ടിത്തിളങ്ങാൻ സഹായിക്കുന്നതാണ്. നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. തയ്യാറാക്കുന്നതിന് ഒരു പാത്രം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കടലമാവിൻ്റെ പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൗഡർ ചേർത്തിട്ടുണ്ട്. കടലമാവിൻ്റെ പൗഡർ നമ്മുടെ സ്കിൻ നല്ല പോലെ നിറം വെക്കാനൊക്കെ സഹായിക്കുന്നതാണ് കടലമാവിൻ്റെ പൗഡറിൽ നിന്ന്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ കടലമാവിൻ്റെ പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ ഓറഞ്ച് പീൽ പൗഡർ അത് ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ആണ് ഓറഞ്ച് പീൽ പൗഡർ നമുക്ക് വേണ്ടത്. അതെന്തായാലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് പീൽ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കളറിൽ എന്താ ഇരിക്കുന്നതെന്ന് നിങ്ങളിപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടോ? എന്താന്ന് വെച്ചാൽ നമ്മളിത് പുറത്തുനിന്ന് വിപണിയിൽ കിട്ടുന്നതാണ് മേടിച്ചേക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടാവുമ്പോൾ നല്ല ഓറഞ്ച് കളറിൽ തന്നെ കിട്ടും നമുക്ക്. ഇത് വിപണിയിൽ കിട്ടുന്നതിനകത്ത് പല രീതിയിലും പല മായങ്ങളും ചേർത്തിട്ടുണ്ടായിരിക്കും. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പലപ്പോഴും മേടിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു കളറിലാണ് ഓറഞ്ചിൻ്റെ പീൽ പൗഡർ കിട്ടുന്നത്. എന്തായാലും നിങ്ങൾ വീട്ടിലുണ്ടാക്കി പൊടിക്കുന്നതാണ് നല്ലത്. എനിക്ക് ആകെ ഇപ്പോൾ ഒരു ഓറഞ്ചേ ഉള്ളൂ. അങ്ങനെ ഓറഞ്ചിൻ്റെ പീൽ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇതിൽ ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്തായാലും കാണും ഹണി. ഹണി നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇപ്പം ഹണി നമ്മുടെ സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും വളരെ നല്ലതാണ്. സ്കിന്നിനകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് ഹണിയിൽ നിന്ന്. നമ്മുടെ സ്കിന്നിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഹണിയിൽ നിന്ന് സഹായിക്കുന്നതാണ്. അങ്ങനെ 1/2 ടേബിൾ സ്പൂൺ ഹണി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? കഞ്ഞിവെള്ളം എന്തായാലും കാണും. കഞ്ഞിവെള്ളം എടുക്കണം. കഞ്ഞിവെള്ളം നമുക്ക് വേണ്ടത് ഇത് മിക്സ് ആക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തേക്കുന്നത് കഞ്ഞിവെള്ളമാണ് ചേർത്തേക്കുന്നത്. കഞ്ഞിവെള്ളം ചേർത്താണ് നമ്മൾ ഈ ഒരു പാക്ക് മിക്സ് ആക്കുന്നത്.
അതിനുശേഷം ഇതിലേക്ക് ഒരു 5 തുള്ളി ശുദ്ധമായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കുക. 5 തുള്ളി. ഓക്കെ, 5 തുള്ളി പാല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് നല്ല പോലെ മിക്സ് ആക്കാം. അപ്പോൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ സംഭവം ഇതേ രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി ഇട്ടിട്ടുള്ള റിസൾട്ട് കാണിക്കാം. അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കണം. ലെമൺ അലർജി ഉള്ളവർക്ക് ലെമൺ സ്കിപ്പ് ചെയ്യാം, അലർജി ഇല്ലാത്തവർക്ക് ലെമൺ യൂസ് ചെയ്യാം. ഒരു സ്കിന്നിനൊരു ബ്ലീച്ച് എഫക്റ്റ് ഒക്കെ നൽകാൻ വേണ്ടിയാണ് ലെമൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. അരമുറി ലെമണിൻ്റെ ജ്യൂസും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് നല്ല പോലെ മിക്സ് ആക്കാം. അങ്ങനെ നല്ല സ്കിന്നിന് നിറം നൽകുന്ന നമ്മുടെ സംഭവം അടിപൊളി പാക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇട്ട് റിസൾട്ട് നിങ്ങളെ കാണിക്കാം. നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഈ ഒരു രീതിയിലായിട്ടാണ് നമുക്ക് ഇരിക്കേണ്ടത്. ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. എന്തായാലും നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഫേസിനകത്തുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് നമ്മുടെ ഈ ഒരു പാക്ക്. സ്കിൻ നല്ല പോലെ നിറം വെക്കാനൊക്കെ ഈ ഒരു പാക്കിൽ നിന്ന് സഹായിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഉണങ്ങാൻ വേണ്ടി. ഓക്കെ, ഒരു 5 മിനിറ്റ് അല്ലേ? 5 മിനിറ്റ് പോരാ കേട്ടോ, ഒരു 10 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. എന്നാൽ കോശങ്ങളിലേക്കൊക്കെ നല്ല പോലെ ഇറങ്ങി ചെല്ലുള്ളൂ. നമുക്കൊരു 10 മിനിറ്റിന് ശേഷം തുടച്ചിട്ടുള്ള റിസൾട്ടൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും തുടയ്ക്കാം. വാവ്, ഇതുകൊണ്ട് നിങ്ങൾ സ്കിന്നിൻ്റെ ഗ്ലോ കണ്ടോ? സംഭവം ഞെട്ടിച്ച് കേട്ടോ. റിസൾട്ട് കിടിലനാണ് കേട്ടോ. നിങ്ങൾ നോക്ക്, ഇത് കണ്ടോ? അടിപൊളി, എന്ത് പറയാനോ, സംഭവം കിടുവാണ് കേട്ടോ. എന്തായാലും ഞാൻ ഒരു ടർക്കിയും കൂടി വെച്ചൊന്ന് തുടച്ച് നോക്കട്ടെ. സ്കിന്നിൻ്റെ ഗ്ലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ലൈവായിട്ട് തന്നെ. അതൊരു തുണിയുടെ വെച്ചൊന്ന് തുടക്കട്ടെ. വാവ്, സംഭവം കണ്ടോ? വെളുത്ത് തുടുത്തും ഞാൻ. ഇനി എന്ത് വേണം? സായിപ്പിനെ പോലെ നിറം വെക്കും കേട്ടോ. ഇത് ഉറപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. സംഭവം കിടുവാണ്. സംഭവം കണ്ടല്ലോ, അടിപൊളിയല്ലേ? ഓറഞ്ച് തൊലി ഇനി എടുത്ത് ഡസ്റ്റ്ബിന്നിൽ കളയല്ലേ. ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ. നിങ്ങളുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിന്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.